നമസ്കാരം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI കോടതി ശിക്ഷിച്ച CPMന്റെ പ്രമുഖരായ 4 നേതാക്കളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരുടെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ട വാർത്ത. ഞങ്ങളും ആ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആ 4 പ്രതികളും ജയിൽ മോചിതരായി പുറത്തു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നായിരുന്നു ഇവരുടെ വിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത്. മുൻ ഉദുമ MLA ആയ കുഞ്ഞിരാമൻ, ഭാസ്കരൻ MK, രാഘവൻ വെളുത്തോളി, മണികണ്ഠൻ എന്നിവരെയാണ് ഇന്ന് കോടതിയുടെ ഉത്തരവ് പ്രകാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തേക്ക് വിട്ടത്. CPM നേതാക്കൾ ഹൈക്കോടതിയുടെ ഉത്തരവുമായി സെൻട്രൽ ജയിലിന് പുറത്ത് വലിയ ഹർഷാരവത്തോടു കൂടിയാണ് ഈ CPM നേതാക്കളെ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI കോടതി ശിക്ഷിച്ച പ്രതികളെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MP ജയരാജൻ, P ജയരാജൻ തുടങ്ങിയ നിരവധി നേതാക്കളും കാസർഗോഡ് നിന്ന് വലിയൊരു ജനാവലി തന്നെ CPM പ്രവർത്തകരും കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. വലിയ രക്തഹാരങ്ങളെല്ലാം ഈ പ്രതികൾക്ക് മേലെ, അതായത് CBI കോടതി കുറ്റക്കാരെന്ന് ശിക്ഷ വിധിച്ച കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പ്രതികളുടെ കഴുത്തിൽ ചാർത്തി തന്നെയാണ് CPMന്റെ സമുന്നതരായ നേതാക്കളായ P ജയരാജനും MP ജയരാജനും ചേർന്ന് അവരെ ജയിലിന് പുറത്തേക്ക് ആനയിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചത്. CPMനെ തകർക്കുവാൻ വേണ്ടി പല ശക്തികളും പല കേന്ദ്രങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലമായി തന്നെയാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM പ്രവർത്തകർ കുടുങ്ങിയത് എന്നാണ് ജയിലിന് പുറത്തിറങ്ങിയ മുൻ ഉദുമ MLA K കുഞ്ഞിരാമൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇത്തരം പ്രവൃത്തികൾ CPMനെതിരെ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. CPMനെ തകർക്കുക എന്നുള്ള എതിർ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഇപ്പോൾ CBI ഗൂഢാലോചന കുറ്റം ചുമത്തി കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചത് എന്നാണ് കുഞ്ഞിരാമൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ആരൊക്കെ വിചാരിച്ചാലും കേരളത്തിൻ്റെ CPM സംഘടനാ സംവിധാനങ്ങളെ തകർക്കാനാകില്ല. അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്നാണ് കുഞ്ഞിരാമൻ പറഞ്ഞത്. അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതകത്തിനും എതിരെ തന്നെയാണ് CPM. എന്നാൽ CPMക്കാരെ പലപ്പോഴും കൊലപാതകത്തിൻ്റെയും അക്രമത്തിൻ്റെയും വക്താക്കളായി പൊതുസമൂഹം ചിത്രീകരിക്കുന്നു, അഥവാ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ചിന്താഗതിക്കാരായ രാഷ്ട്രീയക്കാരും ചിത്രീകരിക്കുന്നു എന്ന് തന്നെയാണ് P കുഞ്ഞിരാമൻ പറഞ്ഞ വാക്കുകളിൽ അടങ്ങിയിരുന്ന സാരം. ജയിൽ മോചിതരായി പുറത്തു വന്ന കുഞ്ഞിരാമനും സഹപ്രവർത്തകരും മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു വലിയ കോട്ടയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാടോടുകൂടി ഈ കേസിൽ ഞങ്ങളുടെ പ്രതി ചേർക്കപ്പെടുന്നു. 28-ാം തീയതി ഞങ്ങൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 7-ാം തീയതി ഒരിക്കലും ഞങ്ങൾ അർഹിക്കാത്ത ഒരു ശിക്ഷ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു തരത്തിൽ പ്രതികരിച്ചു. കാരണം നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലും തന്നെയാണ് ആ ഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും ഞങ്ങൾ വഴങ്ങാനോ മറുപടി പറയാനോ തയ്യാറാണ്. 6-ാം തീയതിയാണ് ഹൈക്കോടതി ലീവ് കഴിഞ്ഞ് വീണ്ടും ചേരുന്നത്. അന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അപ്പീൽ അപേക്ഷകൾ സ്വീകരിക്കപ്പെടുകയും തൊട്ടടുത്ത ദിവസം അത് പരിഗണിക്കുകയും അന്ന് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ സാന്നിധ്യമില്ലായ്മ കൊണ്ട് 8-ലേക്ക് മാറ്റിവെക്കുകയും 8-ന് രാവിലെ തന്നെ ഞങ്ങളുടെ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾക്ക് അതിലുള്ള ദൃഢമായ ഞങ്ങളുടെ നിലപാടും ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളുടെ പാർട്ടി തീർച്ചയായും ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം നിരപരാധികളാണ് എന്നും CPIMനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം പ്രതി ചേർക്കപ്പെട്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഇതിൽ നിന്ന് മോചനം നേടി വരാനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി, കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വലിയ സഹായവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജവും പാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലും സാന്നിധ്യവും കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പാർട്ടിയെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹപൂർണ്ണമായ